ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ജൂൺ മാസം 25-ാം തീയതി, മിഥുനമാസം 11-ാം തീയതി, ബുധനാഴ്ച. സമയം രാവിലെ 6 മണി. സ്വർണ്ണവിലയിൽ വീണ്ടും വൻ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. സ്വർണ്ണാഭരണ പ്രേമികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് കേരളത്തിൽ സ്വർണ്ണവില ഇന്നലെ 2 തവണയായി 1000 രൂപയിലധികമാണ് കുറഞ്ഞത്. ഇന്നലെ രാവിലെ പവന് 600 രൂപയും ഗ്രാമിന് 75 രൂപയും കുറഞ്ഞ സ്വർണം ഉച്ചയ്ക്ക് ശേഷം പവന് 480 രൂപയും ഗ്രാമിന് 60 രൂപയും കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷം 73,000-ന് താഴേക്കിറങ്ങിയ സ്വർണ്ണവില 72,760 രൂപയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയാൻ തന്നെയാണ് സാധ്യത. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ലോകമാകെ ഓഹരി വിപണികൾ കുതിച്ചുയർന്നത് നിക്ഷേപകരെ സ്വർണം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചതാണ് സ്വർണ്ണവിലയുടെ തകർച്ചയ്ക്ക് കാരണമായത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ രാവിലെ $3,350 പരിധിയിലായിരുന്ന സ്വർണ്ണവില $3,312 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. കേരളത്തിൽ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,921 രൂപ, 1 പവൻ 79,374 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,441 രൂപ, 1 പവൻ 59,530 രൂപ. സംസ്ഥാനത്ത് നിന്ന് രാവിലെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,025 രൂപ, 1 പവൻ 72,760 രൂപ. ഇന്നത്തെ വെള്ളിവില 1 ഗ്രാം 119 രൂപ, 1 കിലോ 1,19,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്